പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ആനൻ ചെക്കോവിന്റെ തടിച്ചവനും മെലിഞ്ഞവനും എന്ന കഥ ഞാനിതാ അഭിനയമാക്കുന്നു. തടിച്ചവനും മെലിഞ്ഞവനും. നഗരത്തിലെ ഒരു തിരക്കേറിയ തട്ടുകടയ്ക്ക് മുമ്പിൽ ഇനിയും മെലിയാനില്ലാത്ത, കണ്ണുകളെല്ലാം ഉള്ളോട്ട് തള്ളിയ ഒരു മെലിഞ്ഞ മനുഷ്യൻ. എനിക്കാരെങ്കിലും ഒരാൾ ഭക്ഷണം വാങ്ങിത്തരുമോ എന്ന ചിന്തയിൽ ആ തട്ടുകടയ്ക്ക് മുമ്പിൽ കാത്തിരിക്കും. പെട്ടെന്ന് അങ്ങോട്ട് ഒരു തടിച്ച മനുഷ്യൻ കാറിൽ വന്നിറങ്ങി. മെലിഞ്ഞ മനുഷ്യനെ നോക്കി ഒന്ന് ചിരിച്ചു. മെലിഞ്ഞ മനുഷ്യൻ വിചാരിച്ചു, ഇതെന്റെ കൂട്ടുകാരിൽ ആരെങ്കിലുമാണോ? ഇതെന്റെ കുടുംബക്കാരിൽ ആരെങ്കിലുമാണോ? മെലിഞ്ഞ മനുഷ്യൻ തടിച്ച മനുഷ്യന്റെ പുറകെ നടക്കുവാൻ തുടങ്ങി. തടിച്ച മനുഷ്യൻ പറഞ്ഞു, തട്ടുകടക്കാരൻ പറഞ്ഞു, ആരിക്കണം, നിന്നോട് മേലൊക്കെ ചൂടുവെള്ളം വെച്ചിട്ടോ, ആരിക്കണം. മെലിഞ്ഞ മനുഷ്യൻ അയാൾ നിന്ന സ്ഥാനത്തേക്ക് തന്നെ മാറി. തടിച്ച മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം പാർസൽ ചെയ്തു കാറിലേക്ക് കയറുമ്പോൾ അയാൾക്കൊരു ചിന്ത. അയാൾ മെലിഞ്ഞ മനുഷ്യനോട് പറഞ്ഞു, വാ കാറിലേക്ക് കയറും. മെലിഞ്ഞ മനുഷ്യന്റെ ചിന്തകൾ കെട്ടുപിണുകയും നിഗമനങ്ങളിൽ എത്താത്ത മാവിധം അവ സങ്കീർണമാവുകയും ചെയ്തു. മഴ തുള്ളിയായി വീഴാൻ തുടങ്ങി. മെലിഞ്ഞ മനുഷ്യന് ഇന്നേ വരെ ഇല്ലാത്ത സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ തേഞ്ഞു പൊട്ടിയ ചെരുപ്പ് ആ തട്ടുകടക്ക് പുറകിൽ അയച്ചു വെച്ച് അയാൾ പേടിയോടെ കാറിലേക്ക് കയറി. നിഷ്കളങ്കമായ അത്യുദ്വാനത്തിന്റെ ക്ഷീണമകറ്റുന്ന നീരാട്ട്, നൊമ്പരപ്പെട്ട മനസ്സിന്റെ വേദന മാറ്റുന്ന സുഗന്ധയാത്ര. തടിച്ച മനുഷ്യന്റെ കാലത്തും നഗരമായ നഗരമെല്ലാം ചുറ്റി, പട്ടണമായ പട്ടണമെല്ലാം ചുറ്റി അദ്ദേഹത്തിന്റെ വലിയ കൊട്ടാരത്തിന് പാറാവുകാരൻ ഗേറ്റ് തുറന്നു. അദ്ദേഹത്തിന്റെ കാർ അദ്ദേഹത്തിന്റെ വീട്ടിന് മുറ്റത്ത്. അദ്ദേഹത്തിന്റെ വീടിന്റെ കോലമ്പൽ ലഭിച്ചു. വാതിൽ തുറന്നു. അദ്ദേഹത്തെക്കാൾ തടിയുള്ള രണ്ട് പുറകോട്ട് വന്നു. തടിച്ച മനുഷ്യൻ അവരോട് പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്, പലവട്ടം പറയാറുള്ളത്. നോക്ക്, ഭക്ഷണം കഴിച്ച് ഇതാ ഇവനെ പോലെയാണ്. മനുഷ്യൻ കോരിത്തുരുന്ന് മണിയ ഒറ്റക്ക് നടന്ന് 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 ആ തട്ടുകടയിൽ എനിക്ക് ലയിച്ചു വച്ചിരിക്കുന്ന ചെരുപ്പെടുത്തിട്ട് ഇപ്പോഴും കാത്തിരിക്കും. എനിക്കാരെങ്കിലും ഒരാൾ ഭക്ഷണം വാങ്ങിത്തരുവാൻ വരും. അദ്ദേഹത്തിന്റെ വിശപ്പൊരു വലിയ വിശപ്പായി തീരുമ്പോൾ അദ്ദേഹം ആരുടേതെന്തെങ്കിലും കട്ടെടുത്തെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരും തല്ലിക്കൊല്ലാതിരിക്കട്ടെ, 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 തല്ലിക്കൊല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഈ ഒരു അവസരം തന്നതിലും എൻ്റെ നിങ്ങളെ നാടാൻ കണ്ടതിലും എല്ലാവർക്കും നന്ദി. നമസ്കാരം.